പ്രായശ്ചിത്ത ഹോമം. പ്രായശ്ചിത്ത ഹോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാം പ്രായശ്ചിത്തമാണ് വെച്ചാൽ ഇത് പ്രായശ്ചിത്തം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ മറ്റ് ഇതല്ലാത്ത, അതായത് വിധങ്ങളായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടല്ലാത്ത എന്ത് തരത്തിലുള്ള മറ്റ് ലോപങ്ങൾ വന്നാലും അതൊക്കെ ഇല്ലാതെയാവണം എന്നുള്ള ഉദ്ദേശത്തും കൂടിയിട്ടാണ് ഈ പ്രായശ്ചിത്ത ഹോമം കഴിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കുറേ ഹോമങ്ങൾ ഒക്കെ ചെയ്ത് എല്ലാവിധ പ്രായശ്ചിത്തങ്ങളും ചെയ്തതിന് ശേഷം ആ ചൈതന്യത്തിനെ നമ്മൾ പുതുക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ ഒന്നുകൂടി വീര്യവത്താക്കും. എന്നിട്ട് അതിനെ നമ്മൾ വീണ്ടും സംഹരിച്ച് ഒരു കലശത്തിലേക്ക് ആക്കി വെച്ചിട്ട് വീണ്ടും പ്രതിഷ്ഠാ സമയത്ത് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചൈതന്യത്തിനെയും കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠാവേളയിലെ തന്ത്രി കൽപ്പിക്കുന്ന സങ്കല്പങ്ങൾക്ക് ഒപ്പം ഇതുവരെ എന്താണോ ഈ ക്ഷേത്രത്തിൽ തുടർന്നു വന്നിരുന്ന സങ്കല്പങ്ങൾ അതുകൂടി ചേർന്നുകൊണ്ട് ആണ് പുതിയ ഒരു നവീകരണം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ദേവത ഇവിടെ കൽപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ദേവതയുടെ ചൈതന്യവർദ്ധനവിനായും കൊണ്ട് ദ്രവ്യകലശം അത് മുമ്പും നടത്തും. അതായത് ഈ സംഹാരത്തിന് മുമ്പേ ആയും കൊണ്ടും ചൈതന്യം പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ടൊരു ദ്രവ്യകലശം നടത്തും. അത് കഴിഞ്ഞ് പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിഞ്ഞാലും ചതുർത്ഥ, അതായത് 4-ാം ദിവസം നടതുറപ്പിൻ്റെ അന്ന്, ഇവിടെ നടതുറപ്പായിട്ടും ഇല്ല തോന്നുന്നു, അപ്പോൾ അത് വീണ്ടും ഒരു ദ്രവ്യകലശം പൂജിച്ചാണ്. ഇതൊക്കെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ദ്രവ്യങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള ദ്രവ്യങ്ങൾ കൊടുത്താൽ, അപ്പം നമുക്ക് നമ്മുടെ ശരീരം പുഷ്ടിപ്പെടണമെങ്കിൽ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള ദ്രവ്യങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്നില്ലേ? അപ്പോഴല്ലേ നമുക്ക് നമ്മുടെ ശരീരത്തിന് എല്ലാവിധ തേജസ്സും മോജസ്സും ഒക്കെ ഉണ്ടാവുള്ളൂ. അതേ കണക്കിന് ദേവതയ്ക്കും വേണം. അതാണ് ഈ ദ്രവ്യകലശം എന്ന് സമർപ്പണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് നവീകരണ കലശത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അപ്പം ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ നമ്മൾ പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് അരുതാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കാൻ പാടില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ദേവതയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദേവത പരബ്രഹ്മസ്വരൂപമാണെന്നുള്ളത് മനസ്സിലാവണം. എന്ന് പറഞ്ഞാൽ ദേവതയ്ക്ക് വികാരങ്ങളോ വിചാരങ്ങളോ കൊള്ളുന്നതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അത് മനസ്സിലാവണമെങ്കിൽ അത് നമ്മുടെ പ്രാവർത്തികമായിട്ട് കൊണ്ടുവരണമെങ്കിൽ ഒന്നും എളുപ്പമല്ല. കാരണം എന്താ വെച്ചാൽ നേരത്തെ തന്ത്രി സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ആദ്യമൊക്കെ സ്തുതികളെ കൊണ്ട് ആത്മചൈതന്യം, അതായത് ഈ പരമാത്മ രഹസ്യം പണ്ടത്തെ കാലത്തെ ആൾക്കാര് സ്വായത്തമാക്കിയിരുന്നു. വെറുതെ സ്തുതിച്ചുകൊണ്ട് അവർക്ക് ആ ഒരു പരമാത്മ ചൈതന്യത്തെ കുറിച്ചിട്ടുള്ള അറിവ് നേടിയെടുക്കാൻ സാധിച്ചിരുന്നു. അതായത് വാക്കുകളെ കൊണ്ട്. അത്ര പോലും അവരുടെ മനസ്സപ്പം അതിനകത്ത് ചേർന്ന് നിന്നിരുന്നു. വെറുതെ വാക്കുകൾ, ഇപ്പോൾ ഒരു ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ ഏറ്റവും മിനിമം എനർജി ചിലവാകുന്ന കാര്യമാണ്. അങ്ങനെ ചെയ്തിട്ട് പോലും അവർക്ക് ആ പരബ്രഹ്മസ്വരൂപ പരമാത്മ തത്വത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതിലേക്ക് അവർക്ക് സ്വയം എത്തിച്ചേരാൻ സാധിച്ചിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചില കുറവുകൾ നമ്മുടെ സംസ്കാരത്തിൽ വന്നതിൻ്റെ എന്താണെന്ന് വെച്ചാൽ കുറെ കഴിഞ്ഞപ്പോൾ യജ്ഞങ്ങൾ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്തിട്ട് മാത്രമേ ആ പരമാത്മ ചൈതന്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ വന്നു. അതായത് വാക്കുകളെ കൊണ്ട് എത്താൻ പറ്റണില്ല, പ്രവൃത്തികളെ കൊണ്ട് എത്താൻ പറ്റുള്ളൂ എന്ന് വന്നു. പിന്നെ വാക്കുകളെ കൊണ്ടും പ്രവൃത്തികളെ കൊണ്ട് എത്താൻ പറ്റാത്ത സാഹചര്യം വന്നു ചേർന്നു. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. നമുക്ക് ആ പരമാത്മ ചൈതന്യത്തെ കുറിച്ച് അറിയണമെങ്കിൽ ഈ വാക്കുകളെ കൊണ്ടോ പ്രവൃത്തികളെ കൊണ്ടോ നമ്മളെ കൊണ്ട് സാധിക്കാണ്ടേ. പിന്നെ നമുക്ക് എന്തേ ഉള്ളൂ വഴി? ഭക്തിയുള്ള വഴി. 3 മാർഗങ്ങളാണ് ഈ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് പറയണത്. അതായത് ജ്ഞാനമാർഗം, കർമ്മമാർഗം, ഭക്തിമാർഗം. അതിൽ ഭക്തി മാർഗത്തിലേക്ക് എത്തിപ്പെട്ടേക്കണം. നമുക്ക് ഭക്തിയോടുകൂടി മാത്രമേ ഇനി നമുക്ക് ആ പരമാത്മ ചൈതന്യം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ആ ഭക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രം എന്ന് പറഞ്ഞ സങ്കല്പം ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ബേസിക്കായിട്ട്, അതായത് നേരത്തെ പറഞ്ഞതുപോലെ ആധ്യാത്മിക ജ്ഞാനം ഉണർത്തിക്കൊണ്ടിരിക എന്നുള്ളതാണ് ആത്യന്തിക ഉദ്ദേശമെങ്കിലും അതൊരു ദിവസം കൊണ്ട് സാധ്യമാവില്ല. ഒരു സാധനയിലൂടെ നമുക്കത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ക്രമേണ നമ്മുടെ ആധ്യാത്മിക ജ്ഞാനത്തിനെ ഉണർത്തി കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ പരമമായിട്ടുള്ള എന്താണോ അവസ്ഥ, അതായത് ഏറ്റവും ശാന്തിയും സമാധാനവും എന്താ പറയുക, സന്തോഷം എന്നുള്ളതിനേക്കാളും ആത്മാനന്ദമുള്ള അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ എന്നാലേ പറ്റുള്ളൂ. അപ്പം അതിൽ ആദ്യ പടി എന്നുള്ള നിലയ്ക്കാണ് നേരത്തെ പറഞ്ഞതുപോലെ ഭക്തി മാർഗം.
അതിനാണ് ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ. ക്ഷേത്രത്തിൽ വെറുതെ വിശേഷ ദിവസങ്ങളിൽ വന്നു അന്നദാനം ഉണ്ട്, എന്നാൽ അവിടെ ഒന്ന് ഊണ് കഴിച്ചിട്ട് പോവാം, അമ്പലത്തിലൊന്നും തൊഴാം ഊണും കഴിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ ആധ്യാത്മിക ജ്ഞാനം കിട്ടില്ല. എന്തിനാണ് അമ്പലങ്ങൾ? അമ്പലങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള സത്സംഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ ഉണ്ടാവും. എല്ലാത്തിലും പങ്കുചേരണം. പങ്കുചേർന്ന് ക്രമേണയാണ് നമുക്ക് ഈ ഭക്തിമാർഗത്തിലൂടെ നമുക്ക് ആത്യന്തികമായിട്ടുള്ള ആധ്യാത്മിക ജ്ഞാനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതായത് ഇവിടെ ഒരു സത്സംഗം നടക്കുന്നുണ്ട്, ഇവിടെ ഒരു ഭാഗവത സപ്താഹം നടക്കുന്നുണ്ട്, എല്ലാ ദിവസവും വന്ന് ചേർന്ന് ഇരിക്കാറാവണം. അപ്പം ഇതിലുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ആദ്യമൊന്നും ക്ഷമയുണ്ടാവില്ല, കുറേ കഴിയുമ്പോൾ നമുക്ക് ക്ഷമ കിട്ടും. ഈ ക്ഷമ എന്ന് പറയുന്നത് അതിനൊരു കാരണമാണ്. ഈ ആധ്യാത്മിക ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാരണം ക്ഷമയാണ്. അപ്പം നമുക്ക് ക്ഷമ വരണം. പിന്നെ നമുക്ക് നമ്മുടെ പ്രവൃത്തികളിലും വാക്കുകളിലും ചിന്തകളിലും ഒക്കെ സാത്വികമായിട്ടുള്ള ഭാവം വരണം. എല്ലാവർക്കും ഉണ്ട് ത്രിഗുണം. സാത്വികവും രാജസവും താമസമായിട്ടുള്ള ഗുണങ്ങൾ എല്ലാവരിലും ഉണ്ട്. ഒരാളും ഇന്നതാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിലേതാണ് ഏറി നിൽക്കുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് ഒരാളെ സാത്വികനാണോ രാജസ ഗുണമുള്ളവനാണോ താമസ ഗുണമുള്ളവനാണോ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് വേണ്ടത് എന്താണ്? സാത്വികമായിട്ടുള്ള ഗുണമാണ്. സാത്വികമായിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതെ ആരെയും നോവിക്കാതെ ജീവിക്കാനുള്ളൊരവസ്ഥ. അതേ ഉള്ളൂ. നമ്മുടെ വാക്കുകളെ കൊണ്ടോ പ്രവൃത്തികളെ കൊണ്ടോ നമ്മുടെ ഒരു തരത്തിലും നമ്മളുടേതായിട്ടുള്ള ചെയ്തികൾ കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് വരരുത്. ആ രീതിയിൽ മാനസികമായി പരുവപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സാത്വികന്മാരെ അല്ലെങ്കിൽ സാത്വികമായിട്ടുള്ള ജീവന രീതി എന്ന് പറയുന്നത്. അത് നേടിയെടുക്കാനുള്ള ഒരു വേദിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സങ്കേതമായും കൊണ്ട് നിങ്ങൾ ക്ഷേത്രത്തിനെ തിരിച്ചറിയണം. നിങ്ങൾ അങ്ങനെ പടിപടിയായി ഉയർന്നു വരണം. ഉയർന്നു വന്ന് ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനത്തിലൂടെ ഈ പരബ്രഹ്മപ്രാപ്തി നേടിയെടുക്കാൻ കഴിയട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം എന്നും വേണം. ഇത് ഇപ്പം ഈ പറഞ്ഞ് കുറച്ച് കേട്ടു അത് കഴിഞ്ഞ് വിട്ടു, അങ്ങനെയല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകണം. എന്നിട്ട് വേണം നിങ്ങൾക്ക്. എല്ലാവർക്കും മോക്ഷം കിട്ടണം എന്നാണ് ആഗ്രഹം. ഇത് എന്താ മോക്ഷം ഏതാ മോക്ഷം എന്നൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചാൽ നമുക്ക് നല്ലത് വരും.